നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിൽ MLA പോലീസിനോട് രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത്, ഞാൻ നിങ്ങളോട് സഹകരിച്ചില്ലേ, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പലതും പറഞ്ഞില്ലേ, നിങ്ങൾ അതെല്ലാം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണോ എന്ന ചോദ്യം രാഹുൽ മങ്കൂട്ടത്തിൽ പോലീസിനോട് ചോദിച്ചിരിക്കുകയാണ്. ഇത്രയും സഹകരിച്ചിട്ടും ഇത്രയും എല്ലാം നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞിട്ടും നിങ്ങൾ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത് അത് പരസ്യമാക്കുകയാണോ എന്ന ചോദ്യമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും മുമ്പാണ് പോലീസിനോട് രൂക്ഷമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷെ ഉദ്യോഗസ്ഥരാരും കമാന്നൊരക്ഷരം, അതായത് ഒരു പ്രതികരണവും രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് നൽകിയില്ല. ഞാൻ MLA അല്ലേ എന്നും ആവർത്തിച്ച് രാഹുൽ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. തെളിവെടുപ്പിനെത്തിക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഈ പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മങ്കൂട്ടത്തിൽ MLAയുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ താമസിച്ച പാലക്കാട്ടെ KP ഹോട്ടൽ മുറിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് ഫോൺ കണ്ടെത്തിയത്. രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ മുറിയിൽ ഷൊർണൂർ DYSP N മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പേഴ്സണൽ ഫോണുകളിലൊന്ന് കണ്ടെത്തിയത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറായിട്ടില്ല. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്തിയ ശേഷമേ പാലക്കാട്ട് തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം പീഡനക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിലെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. എന്തായാലും അതിനിടയിൽ ഈ 3 ദിവസത്തിനുള്ളിൽ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി പരമാവധി ഈ ഒരു തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. മാത്രമല്ല, രാഹുലുമായി SIT തിരുവല്ലയിലേക്ക് തിരിച്ചിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നു. എന്തായാലും തെളിവെടുപ്പ് അടക്കം പൂർത്തിയാകുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട്. ഇനി പാലക്കാട്ടേക്ക് രാഹുലുമായി പോകുമോ ആ ചോദ്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്, ഫോണിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിലിനെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് MLAക്ക് നേരെ ഉണ്ടായത്. പിണറായി വിജയനെ ഇനി തൊടടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്നതടക്കമുള്ള അസഭ്യ വാക്കുകളൊക്കെ രാഹുലിന് നേരെ ചീറി വന്നു. പക്ഷേ ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മറുപടി നൽകിയത്. വണ്ടിക്കകത്ത് കയറ്റുമ്പോഴും ഈ ചോദ്യങ്ങൾക്കെല്ലാം നേരെ നോക്കി ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഒരു സമീപനം സ്വീകരിച്ചത്. ഹൂ കെയേഴ്സ് എന്ന സമീപനം ഇപ്പോഴും രാഹുൽ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ ഇനി പറയടാ, എന്ത് തൊലിയാടാ നിനക്ക്, നിന്റെ തൊലിക്കെട്ടി എന്താടാ എന്നതടക്കമുള്ള വാക്കുകളായിരുന്നു രാഹുലിന് ചുറ്റും പാഞ്ഞെടുത്തത്. എന്തായാലും വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി പോലീസ് വാഹനത്തിൽ കയറ്റി രാഹുലിനെ കൊണ്ടുപോയി 3 ദിവസത്തെ കസ്റ്റഡിയിൽ രാഹുലിനെ വിട്ടിരിക്കുകയാണ്. 15-ാം തീയതി തീർച്ചയായിട്ടും കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 16-ന് രാഹുലിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിന് നേരെ ഉണ്ടായി. പ്രത്യേകിച്ച് ചീമുട്ടയേറെ അടക്കമുള്ള പ്രതിഷേധമാണ് രാഹുലിന് ചുറ്റുമുണ്ടായത്. ഈ ഒരു 2 ദിവസം ജയിലിൽ കഴിഞ്ഞ രാഹുൽ രാവിലെ 10:30-ഓടെയാണ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് എത്തിയത്. DYFI പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി എത്തി. പോലീസ് വളഞ്ഞ് രാഹുലിനെ പോലീസ് ബസ്സിൽ കയറ്റുകയും പ്രവർത്തകരിൽ ഒരാൾ 2 മുട്ട രാഹുലിന് നേരെ എറിഞ്ഞു. പക്ഷേ വാഹനത്തിൻ്റെ കമ്പി വലയിലാണ് അത് കൊണ്ടത്. മുന്നോട്ടെടുത്ത ബസ് ഗതാഗത കുരുക്കിൽപ്പെട്ട DYFI പ്രവർത്തകർ മുദ്രാവാക്യ വിളികളോടെ പാഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായി. 10:45-ഓടെയാണ് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ രാഹുലിനെ എത്തിച്ചത്. പിന്നീട് DYFI യുവമോർച്ച പ്രവർത്തകർ സമീപത്തുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വളപ്പിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പോലീസ് ഷീൽഡ് കൊണ്ട് മറച്ചാണ് രാഹുലിനെ വാഹനത്തിലെത്തിച്ചത്. പലതവണയാണ് മുട്ടേറുണ്ടായത്. മാത്രമല്ല, പൂവൻകോഴിയുടെ ചിത്രങ്ങൾ പതിച്ച ട്രോഫികളുമായി പലരും പ്രതിഷേധക്കാർ എത്തുന്ന സാഹചര്യമുണ്ടായി. SFI ബാനർ കെട്ടി അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതിനിടയിലാണ് ഇത്തരത്തിൽ നിന്റെ തൊലി എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാഹുലിന് നേരെ ഉണ്ടായത്. എന്തായാലും ഹൂ കെയേഴ്സ് എന്ന ഒരു നിലപാട്, അതൊന്നും ഈ ചോദ്യങ്ങളൊക്കെ രാഹുൽ ചിരി മായാതെ തന്നെ ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുവാൻ സാധിച്ചത്. ഇതൊരു സൈക്കോ ചിരിയാണ് എന്നടക്കമുള്ള വിശേഷണങ്ങളും നൽകുന്നുണ്ട് കമൻറ്റ് ബോക്സുകൾ. എന്തായാലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുടെയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അരങ്ങേറുന്നതിൽ തെളിവെടുപ്പ് അത്തരത്തിലുള്ള കടമകളൊക്കെ പോലീസ് തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ്.
പ്രത്യേകിച്ച് പ്രതിഷേധത്തിനിടയിലും ഒരു ഹൂ കെയേഴ്സ് അത് കുലുക്കമില്ലാതെ തന്നെ രാഹുൽ ചിരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ തെറിവിളി കേൾക്കുന്നു, മാത്രമല്ല നിൻ്റെ തൊലി എന്താടാ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ മറുപടി എന്നത് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും കാനഡയിൽ ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശിനിയായ 31-കാരിയുടെ പരാതിയിലാണ് രാഹുൽ അറസ്റ്റിലായത്. രാഹുലിനെ തിങ്കളാഴ്ച മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചപ്പോഴും ചൊവ്വാഴ്ച തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ ജയിലിന് പുറത്ത് എത്തിച്ചപ്പോഴും വൈദ്യപരിശോധനയ്ക്ക് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും തിരുവല്ല കോടതിയിൽ എത്തിച്ചപ്പോഴുമെല്ലാം വഴിനീളെ ഇടതു വലത് സംഘടനകളുടെ കനത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. ഡിവൈഎഫ്ഐ, SFI, യുവമോർച്ച സംഘടനകൾ രാഹുലിനെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനത്തിന് മുൻപ് പ്രതിഷേധിച്ചിരുന്നു. അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അപ്പോഴൊക്കെ ഹൂ കെയേഴ്സ് എന്ന നിലപാട് തന്നെയായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മങ്കൂട്ടത്തിലുമായി പോലീസിന്റെ ആദ്യ തെളിവെടുപ്പ് നടന്നു. രാഹുലുമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെത്തിയ SIT സംഘം 15 മിനിറ്റാണ് തെളിവെടുപ്പിനായി എടുത്തത്. ഹോട്ടലിലെ 408 നമ്പർ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. ശേഷം പോലീസ് സംഘം രാഹുലുമായി AR ക്യാമ്പിലേക്ക് മടങ്ങി. നേരത്തെ രാഹുലിന്റെ അടൂരിലെ വീട്ടിലും തെളിവെടുപ്പിന് എത്തിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. തെളിവെടുപ്പ് കഴിഞ്ഞ് തിരികെ പോലീസ് വാഹനത്തിലേക്ക് കയറുന്നതിന് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ രാഹുൽ വാഹനത്തിൽ കയറുകയായിരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പുഞ്ചിരിച്ച മുഖവുമായി ഹോട്ടലിലേക്ക് കയറിയ രാഹുലിന്റെ മുഖത്ത് പക്ഷേ മടങ്ങിയപ്പോൾ ചിരിമാങ്ങി. ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. രജിസ്റ്ററിൽ സംഭവ ദിവസം 408 നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണുള്ളത്. അതേസമയം ഒപ്പമുണ്ടായിരുന്നയാളുടെ പേര് രാഹുൽ BR എന്നാണ്. ഇതാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ പേര്. എന്നാൽ സംഭവ ദിവസം ഇവർ ഹോട്ടലിലെത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടില്ല. 21 മാസം പിന്നിട്ടതിനാൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിൽ ഹോട്ടലും മുറിയും രാഹുൽ തിരിച്ചറിഞ്ഞതായാണ് വിവരം. ഹോട്ടലിലെ 408 നമ്പർ മുറിയിൽ എത്തിയിരുന്നതായും രാഹുൽ പോലീസിനോട് സമ്മതിച്ചു. 2024 ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 1:45 ഇവിടെ എത്തിയതായും യുവതിയുമായി 1 മണിക്കൂറോളം ചെലവഴിച്ചതായും സമ്മതിച്ചു. എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ഇന്ന് രാവിലെ 5:40 പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും തിരുവല്ലയിലേക്ക് രാഹുലുമായി പോലീസ് സംഘം പുറപ്പെട്ടത്. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു അതിജീവിതയുടെ പരാതി. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം ഹോട്ടലിന് മുൻപിൽ നിലയുറപ്പിച്ചിരുന്നു. തെളിവെടുപ്പിന് രാഹുലിനെ കൊണ്ടുവരുമെന്നറിഞ്ഞ് ഇവിടേക്ക് ആളുകളും എത്തിയിരുന്നു. അതേസമയം തെളിവെടുപ്പിനായി രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കും. ചൊവ്വാഴ്ച രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണത്തോട് രാഹുൽ യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല എന്നാണ് വിവരം. ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. വെള്ളിയാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കും. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴിയാണെന്നും മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിച്ചില്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. 3ാം പീഡന പരാതിയിൽ രാഹുൽ മങ്കൂട്ടത്തിലെ 2ാമത്തെ ഫോണും പാലക്കാട് KP ഹോട്ടലിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ രാഹുൽ കൂടുതൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ രാഹുൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് രാഹുൽ പറഞ്ഞത്. കിട്ടിയ ഫോണുകളിൽ അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും.